ഹലോ ജിൻഡോ ചേട്ടാ, ചെലവുണ്ടോ? ചെലവ് തരാവിടെ. ആദ്യമായിട്ടാണ് 3 വോട്ടൊക്കെ കിട്ടുന്നത്, സങ്കടം വരുന്നു എന്ന് പറയുന്നു ജിൻഡോ. അല്ല ജിൻഡോ ഭായി, അത് വേറൊരു ഗെയിമാണ്. നിങ്ങളെ നോമിനേഷനിൽ വിട്ടിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾ സ്ട്രോങ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതാണ് കാര്യം. അതാണ് നിങ്ങൾക്ക് 3 വോട്ടുകൾ മാത്രം തന്ന് നിങ്ങളെ നോമിനേഷനിൽ വിട്ടത്. ജിൻഡോയ്ക്ക് 3 വോട്ടുകൾ മാത്രം കിട്ടിയത് എന്നിൽ വലിയ അത്ഭുതം ഉണ്ടാക്കിയ ഒരു കാര്യമൊന്നുമല്ല. ഇപ്പൊ സായി പറഞ്ഞ പോലെ നോമിനേഷനിൽ വന്നാൽ എല്ലാരെയും ആളാം പ്രതി അടിച്ചു തൂക്കാൻ പറ്റുന്ന അത്രയും ഫാൻ ബേസ് ജിൻഡോ ഈ ഒരു 57 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ശ്രീരേഖയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയും 2 ആഴ്ചയായിട്ട് ശ്രീരേഖ സേഫ് ആയിരുന്നു. അവിടെ എല്ലാം ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രേക്ഷകവിധി തേടിയ ഒരേ ഒരു കണ്ടസ്റ്റന്റ് ജിൻഡോയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നോമിനേഷൻസ് വൈഡ് ആക്കാനായിട്ടാണ് ഈ ആഴ്ച എല്ലാവരും ശ്രമിച്ചത്. അതുകൊണ്ടാണ് ശ്രീതു ഒക്കെ നോമിനേഷനിൽ വന്നത്. കാരണങ്ങൾ തപ്പിപ്പിടിച്ച് അടിക്കുമായിരുന്നു ശ്രീതുവിനൊക്കെ നേരെ. ഏറ്റവും കൂടുതൽ ആളുകൾ നോമിനേഷനിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മുമ്പ് എല്ലാവരും നടത്തിയത്. ഇപ്പൊ ജിൻഡോയ്ക്ക് മാത്രമായിട്ട് 10 വോട്ട് പോവാണെങ്കിൽ അവിടെ കുറഞ്ഞു. അവിടെ ഒരാൾ കുറഞ്ഞ പോലെ തന്നെയാണത്. പിന്നെ ജാസ്മിന്റെ വോട്ടുകൾ ഈ ആഴ്ച ഇങ്ങോട്ട് മറിയുമെന്ന് കാണാനായിട്ട് നല്ല കൗതുകമുണ്ട് പുറത്ത്. അപ്സരയ്ക്കോ മറ്റോ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. കാരണം അവരുടെ മുല്ലപ്പൂ ഘടകത്തിലെ മെമ്പറാണ്. രാവിലെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് മിക്കവാറും അപ്സര തൂക്കാൻ സാധ്യതയുണ്ട് ജാസ്മിന്റെ വോട്ടുകൾ. നമുക്ക് കണ്ടറിയാം. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.